കണ്ണൂരിൽ നിന്നും നമ്മൾ എറണാകുളത്തേക്ക് പോകുന്ന വഴിയിൽ കോഴിക്കോട് നിന്ന് ഭക്ഷണം കഴിക്കാന്നാണ് തീരുമാനിച്ചത്. സാറ്റർഡേ സൺഡേ മൺഡേ ഒഴിവുള്ള ഒരു ലോങ് വീക്കെൻഡ് ആയിരുന്നു. ഹൈവേന്ന് എക്സിറ്റ് എടുത്തു. കോഴിക്കോട് അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. അപ്പൊ കേരള ലിറ്ററേച്ചർ ഫെസ്റ്റ് 2026 ഇവിടെ നടക്കുന്നത് കൊണ്ടാണോ എന്നറിയില്ല, എല്ലായിടത്തും നല്ല തിരക്കായിരുന്നു. അപ്പൊ ആദ്യം കടുക്ക ഫ്രൈ കഴിക്കാം എന്നുള്ള രീതിയിൽ നമ്മൾ അവിടുത്തെ അംബിക മെസ്സ് ഗൂഗിളിൽ നോക്കിയപ്പോൾ അംബിക മെസ്സിലുണ്ടെന്ന് അറിഞ്ഞ് അങ്ങോട്ടാണ് പോയത്. പക്ഷേ അവിടെയും നല്ല തിരക്കായിരുന്നു. 12 മണിക്കുള്ളിൽ തന്നെ കടുക്ക ഫ്രൈ കഴിഞ്ഞു എന്ന് അറിഞ്ഞപ്പോൾ നമ്മൾ പിന്നെ ബിരിയാണി കഴിക്കാം എന്നുള്ള രീതിയിൽ, ഇപ്പോൾ കോഴിക്കോട് ബിരിയാണി ഫേമസ് ആണല്ലോ, കുറേ ബിരിയാണി കിട്ടുന്ന സ്ഥലങ്ങളുണ്ട്. പിന്നെ നമ്മൾ പാരഗണിലേക്കാണ് പോയത്. പാരഗണിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ 1-2 മണിക്കൂർ കഴിഞ്ഞാലും അവിടെ സീറ്റ് കിട്ടാത്തത്ര രീതിയിലുള്ള ക്യൂവും, അത് പാഴ്സൽ കൗണ്ടറിലും മറ്റേ സിറ്റിങ്ങിലാണെങ്കിലും നല്ല തിരക്കായിരുന്നു. അപ്പം അതുകൊണ്ട് അവിടെയും ഭക്ഷണം കിട്ടാത്തതുകൊണ്ട് നമ്മൾ നേരെ സാഗർ റെസ്റ്റോറൻറ്റിലേക്കാണ് പിന്നെ പോയത്. എല്ലായിടത്തും നല്ല തിരക്കും ബഹളങ്ങളും തന്നെയായിരുന്നു. ബീച്ച് സൈഡിൽ പോയപ്പോൾ അവിടെയും തിരക്കായിരുന്നു. അങ്ങനെ സാഗറിൽ നമുക്ക് പാർക്ക് ചെയ്യാനായിട്ട് അവിടെ വാലറ്റ് പാർക്കിംഗ് ഫ്രീ ആയിരുന്നു. അപ്പോൾ അവർ തന്നെ വണ്ടി പാർക്ക് ചെയ്ത് കൊണ്ടുപോയിട്ട് പിന്നെ അധികം വൈകാതെ നമുക്ക് സീറ്റ് കിട്ടി ഭക്ഷണം കഴിക്കാനായിട്ട്. ചിക്കൻ ബിരിയാണിയും പിന്നെ ഒരു ബീഫ് ബിരിയാണിയാണ് ഓർഡർ ചെയ്തത്. ചിക്കൻ ബിരിയാണി ഫുള്ളും ഹാഫും ഉണ്ടായിരുന്നു, നമുക്കറിയില്ലായിരുന്നു. നമ്മൾ ഫുൾ ബിരിയാണിയാണ് ഓർഡർ ചെയ്തത്. അത് അത്യാവശ്യം അധികം ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു. അപ്പം ഞാനൊരു ബീഫ് ബിരിയാണിയാണ് ഓർഡർ ചെയ്തത്. ബീഫ് ബിരിയാണി ക്വാണ്ടിറ്റി കുറവായിരുന്നു. 2-3 ബീഫിൻ്റെ പീസുകളാണ് അതിലുണ്ടായിരുന്നത്. പിന്നെ നമുക്ക് സാലഡും പിന്നെ ഒരു ചമ്മന്തിയും അച്ചാറാണ് കൂടെ കിട്ടിയത്. ബീഫ് അത്യാവശ്യം വെന്ത പീസുകളായിരുന്നു. പക്ഷേ 1-2 എല്ലുള്ള പീസുകൾ കിട്ടിയത് കൊണ്ട് തന്നെ വലിയൊരു എക്സൈറ്റ്മെൻറ്റ് തോന്നിയില്ല. പിന്നെ റൈസ് ആണെങ്കിൽ അത്യാവശ്യം ഒരു വെന്ത രീതിയിലുള്ള റൈസാണ് അവിടെ കിട്ടിയത്. ബിരിയാണി അത്യാവശ്യം നല്ല ബിരിയാണി തന്നെയായിരുന്നു. ബിരിയാണി കഴിച്ച് കഴിഞ്ഞു. പിന്നെ നമ്മൾ അതിൻ്റെ കൂടെ അവിടെ നിന്നൊരു ലൈം ജ്യൂസും കൂടി കുടിച്ചു കഴിഞ്ഞിട്ടാണ് അവിടെ നിന്ന് ഇറങ്ങിയത്. കോഴിക്കോട് സാധാരണ വീക്കെൻഡിൽ ഇത്രയും തിരക്കാണോ എന്ന് നമുക്കറിയില്ല, പക്ഷേ എല്ലാ സ്ഥലത്തും നല്ല തിരക്കായിരുന്നു. ഇപ്പോൾ മിഠായി തെരുവിൽ പോകാമെന്ന് വിചാരിച്ചാലും അവിടെ പാർക്ക് ചെയ്യാനും പറ്റിയിരുന്നില്ല. അത്യാവശ്യം അവിടെയും നല്ല തിരക്കുണ്ടായിരുന്നു. അപ്പം നമ്മൾ കോഴിക്കോട് സിറ്റി ഒന്ന് വണ്ടിയിലിരുന്ന് തന്നെ ഒന്ന് കറങ്ങിയതിന് ശേഷം തിരിച്ച് നാട്ടിലേക്ക് പോകാനുണ്ടായത്.